പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ ക്രൂരമായിട്ട് മർദ്ദിച്ച ഒരുത്തനാണ് ഈ കാണുന്നവൻ. ഇവൻ മാത്രമല്ല കേട്ടോ, അതായത് ആ കുഞ്ഞിൻ്റെ മാതാവ് എന്ന് പറയുന്ന ഒരു രാക്ഷസിയുണ്ട്. ആ രാക്ഷസിയുടെ കള്ള കാമുകനാണ് ഈ കാണുന്നവൻ. ആ കുഞ്ഞ് മുത്തച്ഛനൊപ്പം ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിച്ചു. ഒരു കുഞ്ഞാണ്, അല്ലെങ്കിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണെന്ന് പോലും ചിന്തിക്കാതെ അതിക്രൂരമായിട്ട് ആ കുട്ടിയുടെ ശരീരം മുഴുവൻ അടിക്കുകയും അതുപോലെ തന്നെ കൈക്ക് പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള നരാധമന്മാരെ ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: 13-കാരനെ മാതാവും ആൺസുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മാതാവിൻ്റെ ആൺസുഹൃത്തിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സ്വദേശി വിപിനെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏരൂർ കരിമ്പിൻകോണത്ത് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. മർദ്ദനമേറ്റ കുട്ടിയെ നാട്ടുകാരാണ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏരൂർ കരിമ്പിൻകോണം സുധർമ്മ മന്ദിരത്തിൽ സൗമ്യ, ഇവരോടൊപ്പം താമസിച്ചു വന്ന കോട്ടയം സ്വദേശി വിപിൻ എന്നിവർക്കെതിരെ കുട്ടിയുടെ പിതാവ് സജി ഏരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത്. വിദേശത്തായിരുന്ന കുട്ടിയുടെ പിതാവിൻ്റെ പേരിലുള്ള വീടും പുരയിടവും വിപിനും സൗമ്യയും വ്യാജരേഖ ചമച്ച് ബാങ്കിൽ പണയപ്പെടുത്തിയതറിഞ്ഞ് വിവരം അന്വേഷിക്കാനാണ് കുട്ടിയും കുട്ടിയുടെ മുത്തച്ഛനും കരിമ്പിൻകോണത്തെ സൗമ്യ താമസിക്കുന്ന വീട്ടിലെത്തിയത്. വിവരങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ വിപിനും സൗമ്യയും ചേർന്ന് കുട്ടിയെയും മുത്തച്ഛനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കുട്ടിയുടെ കൈക്ക് പൊട്ടലും ശരീരമാസകലം അടിയേറ്റതിൻ്റെയും കടിച്ചതിൻ്റെയും പാടുകളുണ്ട്. വിവരമറിഞ്ഞെത്തിയ ഏരൂർ പോലീസ് വിപിനെ സംഭവ സ്ഥലത്ത് നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഒരു 13 വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിക്കുകയും കടിക്കുകയും, എന്തിനേറെ പറയുന്നു കൈക്ക് പൊട്ടലേൽക്കുന്ന രീതിയിൽ മർദ്ദിക്കുകയും ചെയ്ത ഇവനെയും, അതുപോലെ ആ കുട്ടിയുടെ മാതാവ് എന്ന് പറയുന്ന രാക്ഷസി, അവളെയും എത്രയും വേഗം പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന് ഓരോ മലയാളിയും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇവനെയൊക്കെ ജനങ്ങളങ്ങോട്ട് കാണട്ടെ. കൊച്ചിനെ മോനെയും അവൻ്റെ അമ്മയുടെ അച്ഛനും എൻ്റെ കൂടായിരുന്നപ്പം കുറച്ച് നാൾ കൊണ്ട് അങ്ങനെ ഇവൾ 1-2 കേസുകെട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കി. അങ്ങനെ നമ്മളിത് ഉപേക്ഷിച്ചതാണ്. ഡിവോഴ്സ് ആയിട്ടില്ല. അങ്ങനെ കോട്ടയത്തുള്ള ബിബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ വീട് പണിക്ക് വേണ്ടി വന്ന് ഇവളും അവനും അങ്ങ് ഭാര്യയും ഭർത്താവും പോലെ ജീവിതം. ഇതിന് ഇവക്കുള്ള തള്ളയാണ് ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുണ്ട് ആ വീട്ടിൽ. ആ പെങ്കൊച്ച് +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ആ സേഫ്റ്റി അല്ലെന്നും പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പല ട്രിപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ ചെന്ന് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പം ഇവരെനിക്കെതിരെ കൊണ്ട് കള്ളക്കേസ് കൊടുത്തായിരുന്നു. കള്ളക്കേസ് കൊടുത്ത് എന്നെ പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞ് നീ ഇനി അവിടെ പോകരുത്. ഞാൻ പറഞ്ഞു സാറേ, എൻ്റെ മോള് സേഫ്റ്റി അല്ല, എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കിട്ടണം. ഇങ്ങനാണ് ഈ തള്ളയും മോളെയും ജീവിതം ഇതേ കണക്കാണ്. അങ്ങനെ ആ കേസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനുമായിട്ട് അന്ന് തൊട്ട് എൻ്റെ മോൻ അവിടെ പല കാര്യങ്ങളും കണ്ടും കേട്ടും സഹിച്ച് അവൻ എന്നോട് വന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നുള്ളതെന്ന് പറഞ്ഞു. അവൻ കാണാത്ത പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് അവൻ എൻ്റെ കൂടെ പോയിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇവൻ്റെ ഈ സൗമ്യ എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ അച്ഛൻ വിദേശത്തായിരുന്നു. ആ അദ്ദേഹം അവിടുന്ന് ഇവരെ വീട്ടിൽ വന്നായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 20-ാം തീയതി നാട്ടിൽ വന്ന് ഇവരെ വീട്ടിൽ വന്ന് കതവിന് തൊട്ടി തുറന്നപ്പം ഇവരെ വീട്ടിൽ ഈ 2ാം ഭർത്താവെന്ന് പറഞ്ഞ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ ഇവർ പിടിച്ചുകൊണ്ട് പോയി തിരുവനന്തപുരത്ത് കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റൂമെടുത്ത് താമസിച്ചിട്ട് പറഞ്ഞ് പപ്പ നാട്ടിലേക്ക് കുറച്ച് നാളത്തേക്ക് വരണ്ട, ഇപ്പം വരണ്ട, എന്നിട്ട് വീട് പണിയൊക്കെ തീർന്നിട്ട് വരാമെന്ന് പറഞ്ഞപ്പം പുള്ളി ചോദിച്ചെന്തോ എനിക്കെതിരെ കേസുണ്ടോ, പിന്നെ ഞാനെന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്? അങ്ങനെ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ഏർപ്പാടും വേണ്ടെന്ന് പുള്ളിക്കാരെ ഇവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ വയനാട്ടിലെങ്ങാണ്ടായിരുന്നു ഇദ്ദേഹം ഒരു ഹോട്ടലെങ്ങാണ്ടിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ അടുത്ത സമയത്ത് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, ഞാനും ഇദ്ദേഹമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല.